ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എറിഞ്ഞൊരു പന്ത് എന്തുകൊണ്ടാണ് എപ്പോഴും താഴേക്ക് തന്നെ വരുന്നത്? അല്ലെങ്കിൽ മരത്തിൽ നിന്നൊരു മാങ്ങ താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം കാരണം ഒരൊറ്റ ശക്തിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ വലിയ ശക്തിയെക്കുറിച്ചാണ്. അതെ, ഗുരുത്വാകർഷണത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം എന്തു വലിയൊരു നേട്ടമായിരുന്നല്ലേ. പക്ഷേ ഇതുപോലുള്ള റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അവയ്ക്കൊരു ഭീമാകാരമായ അദൃശ്യമായ ശക്തിയെ മറികടക്കേണ്ടതുണ്ട്. ഭൂമി അതിന്റെ അടുത്തുള്ള എല്ലാത്തിനെയും താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു ശക്തി. എന്താണത്? അപ്പോ ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ബഹിരാകാശത്ത് നിന്നൊക്കെ തിരിച്ച് നമ്മുടെ മുറ്റത്തേക്ക് വരാം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നോക്കൂ, ഒരു തേങ്ങ താഴേക്ക് വീഴുന്നു. ഇതിലെന്താ ഇത്ര പ്രത്യേകതാന്ന് തോന്നാമല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഈ തേങ്ങയെ താഴേക്ക് വലിക്കുന്ന അതേ അദൃശ്യമായ കയറുണ്ടല്ലോ, അത് തന്നെയാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ ഒരുമിച്ച് നിർത്തുന്നത്. ആ ശക്തി നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മള് താഴേക്ക് വീഴുന്നു എന്ന് പറയുമ്പോ എങ്ങോട്ടായി വീഴുന്നത്? സത്യത്തിൽ അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്ത് എവിടെ നിന്നാലും, ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും, നമ്മളാരും ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകാത്തത്. അതായത് ഭൂമി ഒരു വലിയ കാന്തം പോലെ നമ്മളെ എല്ലാവരെയും അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പിടിച്ചു വലിക്കുന്ന ശക്തിക്ക് ശാസ്ത്രം ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഗുരുത്വാകർഷണ ബലം. സിമ്പിളായി പറഞ്ഞാൽ, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഈയൊരു ഐഡിയ കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. ഓക്കെ, അപ്പൊ നമുക്ക് പേര് കിട്ടി. പക്ഷേ ഈ ശക്തി എപ്പോഴും ഒരുപോലെയാണോ? അതിനെ അളക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ ആകർഷണത്തിന് ചിലപ്പോ മാറ്റങ്ങൾ വരുന്നത്? നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ഇതൊന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. ഈ കാണുന്ന സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഗുരുത്വാകർഷണം എത്രയുണ്ടെന്ന് അളക്കാൻ പോവാണ്. ആ റീഡിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ആ 100 ഗ്രാമിന് പകരം നമ്മളൊരു 200 ഗ്രാം വെച്ചാലോ? എന്ത് സംഭവിക്കും? സിമ്പിളാണ്. സ്പ്രിംഗ് കുറച്ചുകൂടി താഴേക്ക് വലിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഗുരുത്വാകർഷണത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യം നമുക്കിവിടെ കിട്ടി. യെസ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഒരു വസ്തുവിന്റെ പിണ്ഡം, അതായത് അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, അത് കൂടുന്തോറും ഗുരുത്വാകർഷണ ബലവും കൂടും. അതുകൊണ്ടാണ് ചെറിയൊരു കല്ലിനേക്കാൾ ഭൂമിക്ക് ആകർഷണശക്തി കൂടുതലുള്ളത്. കൂടുതൽ മാസ്, കൂടുതൽ ആകർഷണം, അത്രയേ ഉള്ളൂ. ഇത് മനസ്സിൽ വച്ചേക്കണം. ശരി, ഇനി രണ്ടാമത്തെ ഘടകം എന്താണെന്ന് നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഒരേ പിണ്ഡമുള്ള, അതായത് 100 കിലോയുള്ള ഒരു വസ്തു, അത് ഭൂമിയുടെ മുകളിലിരിക്കുമ്പോൾ ബലം 980 ന്യൂട്ടൺ. ഇനി നമ്മൾ അതിനെ 1,00,000 മീറ്റർ മുകളിലേക്ക് കൊണ്ടുപോയാലോ? കണ്ടോ, ബലം 950 കുറഞ്ഞു. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ബലം പിന്നെയും കുറയുന്നു. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. 1, മാസ് കൂടുമ്പോൾ ആകർഷണം കൂടും. 2, ദൂരം കൂടുമ്പോൾ ആകർഷണം കുറയും. ഈ 2 സിമ്പിൾ ഐഡിയാസ് വെച്ചാണ് ഒരാൾ പ്രപഞ്ചത്തിന്റെ തന്നെ നിയമം കണ്ടുപിടിച്ചത്. അതെ, നമ്മളിപ്പോ ഭൂമിയെപ്പറ്റി പറഞ്ഞ ഈ നിയമങ്ങൾ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ബാധകമാണ്. ഒരു ചെറിയ മണൽത്തരി മുതൽ ഭീമാകാരമായ നക്ഷത്രങ്ങൾക്ക് വരെ. അതുകൊണ്ടാണ് ഇതിനെ സാർവിക നിയമം എന്ന് പറയുന്നത്. ആപ്പിൾ തലയിൽ വീണ കഥയൊക്കെ എല്ലാവർക്കും അറിയാല്ലേ? ആ ഒരു നിരീക്ഷണത്തിൽ നിന്നാണ് സർ ഐസാക് ന്യൂട്ടൺ ഈ ആശയങ്ങളെല്ലാം ഒരുമിപ്പിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ ഗതിമാറ്റിയ ഒരു നിയമമുണ്ടാക്കിയത്. ഇതാണ് ഫേമസ് ഇക്വേഷൻ. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ് സംഭവം. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, അതായത് ആകർഷണബലം. M1 M2 എന്ന് പറഞ്ഞാൽ 2 വസ്തുക്കളുടെ പിണ്ഡം. ഡി എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള ദൂരം. കണ്ടോ, എത്ര സിമ്പിളാണ്! ഈ ഒരൊറ്റ ഫോർമുല വച്ച് പ്രപഞ്ചത്തിലെ എന്തിന്റെയും ആകർഷണബലം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയല്ലേ ഈ ഫോർമുലയിലും പറയുന്നത്? നോക്കൂ, M1 M2 കൂടുമ്പോൾ എഫ് കൂടും. പക്ഷെ ദൂരം കൂടുമ്പോഴോ ബലം പെട്ടെന്ന് കുറയും. കാരണം ദൂരത്തിന്റെ സ്ക്വയറാണ് താഴെ വരുന്നത്. ഓക്കെ, അപ്പം നിയമം നമുക്ക് മനസ്സിലായി. ഇനി ഇതുകൊണ്ട് ശരിക്കും എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഗുരുത്വാകർഷണം കാരണം ഒരു വസ്തുവിന് വേഗത കൂടുന്നതിനെപ്പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ആക്സിലറേഷൻ അഥവാ ത്വരണത്തെക്കുറിച്ച്. ഭൂമിയിൽ ഈ ആക്സിലറേഷന് ഏകദേശം ഒരു സ്ഥിരമായ വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ G എന്ന് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നോ? ഒരു സാധനം താഴേക്ക് വീഴുമ്പോൾ ഓരോ സെക്കൻഡിലും അതിന്റെ വേഗത 9.8 മീറ്റർ വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ഒരു രസകരമായ ചോദ്യം വരുന്നുണ്ട്.
ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കല്ലും ഒരു തൂവലും ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ ഏതായിരിക്കും ആദ്യം വീഴുക? ഉറപ്പായിട്ടും കല്ല് എന്ന് തന്നെയല്ലേ നമ്മൾ പറയുക. എന്നാൽ യഥാർത്ഥ ഉത്തരം അതല്ല. ആ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് വായുവിലാണ്. വായുവിന്റെ തടസ്സം കാരണമാണ് തൂവൽ പതുക്കെ വീഴുന്നത്. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. വായുവില്ലാത്ത ഒരിടത്ത്, അതായത് വാക്വത്തിൽ, നമ്മളൊരു കല്ലും തൂവലും ഒരുമിച്ച് താഴേക്കിട്ടാൽ അത്ഭുതമെന്ന് പറയട്ടെ, രണ്ടും ഒരുമിച്ച് തന്നെ ഒരേ വേഗതയിൽ നിലത്തെത്തും. കാരണം ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വസ്തുവിന്റെ പിംഖത്തെ ആശ്രയിക്കുന്നേയില്ല. പക്ഷേ കഥയില് ചെറിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമിയൊരു പെർഫെക്റ്റ് ഗോളമൊന്നുമല്ല. അതിന്റെ നടുഭാഗം കുറച്ചൊന്ന് തള്ളിയും മുകൾ ഭാഗം കുറച്ചൊന്ന് പരന്നുമിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ ജിയുടെ വില എല്ലായിടത്തും ഒരുപോലെയായിരിക്കുമോ? ഭൂമിയുടെ കേന്ദ്രത്തോട് കൂടുതൽ അടുത്തുള്ളത് ധ്രുവപ്രദേശങ്ങളാണ്. ദൂരം കുറഞ്ഞാൽ ആകർഷണം കൂടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ചാർട്ട് നോക്കൂ. ഭൂമധ്യരേഖയേക്കാൾ ധ്രുവങ്ങളിൽ ജിയുടെ വാല്യൂ കുറച്ചുകൂടി കൂടുതലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് പിണ്ഡം, എന്താണ് ഭാരം? നമ്മൾ സാധാരണ രണ്ടും ഒന്നായിട്ടല്ലേ ഉപയോഗിക്കാറ്. എന്നാൽ സയൻസിൽ ഇത് രണ്ടും രണ്ടാണ്. അതെന്താണെന്ന് നമുക്ക് ക്ലിയർ ആക്കാം. ഇതാണ് പ്രധാന വ്യത്യാസം. നിങ്ങളുടെ പിംഖം, അതായത് നിങ്ങളുടെ ശരീരത്തിലെ ദ്രവ്യത്തിന്റെ അളവ്, അത് നിങ്ങൾ ഭൂമിയിലായാലും ചന്ദ്രനിലായാലും മാറില്ല. അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഭാരം അങ്ങനെയല്ല. അത് ഗുരുത്വാകർഷണത്തെ ആശ്രയിച്ചിരിക്കും. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം കുറവാണല്ലോ, അപ്പോ അവിടെ നിങ്ങളുടെ ഭാരവും കുറവായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ പിണ്ഡം മാറില്ല, ഭാരം മാറും. അപ്പൊ നോക്കൂ, ഒരു ആപ്പിളിന് താഴെയിടുന്ന അതേ ശക്തിയാണ് ഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ഈ പിണ്ഡം ഭയങ്കരമായി കൂടുകയും ദൂരം തീരെ ഇല്ലാതാവുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് ഗുരുത്വാകർഷണം അതിന്റെ ഏറ്റവും ഭീകരമായ രൂപം കൈവരിക്കുന്നത്. പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ശക്തമായ ഒരു കെണി. അതെ, നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ ശക്തിയുടെ രഹസ്യങ്ങൾ ഇനിയും എത്രമാത്രം നമുക്ക് ചുരുളഴിക്കാനുണ്ടാവും, അല്ലേ?